നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള ഹെൽത്ത് സർവീസസ് ലബോറട്ടറി ടെക്നീഷ്യൻസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ 360 ഡിഗ്രി മെറ്റബോളിക് ഡിസീസസ് മാനേജ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമിയിൽ 12-ന് ബാഗ് ലെസ് ആൻഡ് ബുക്ക് ലെസ് ഡേ ആചരിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടത് ഗവൺമെന്റിന്റെ പഞ്ചായത്ത് വിരുദ്ധ നിലപാടിൽ UDF കോടിക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. മുൻ KPCC ജനറൽ സെക്രട്ടറി റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ വ്യാപാര സമരത്തിന് പോകുന്നവർക്ക് കോതമംഗലത്ത് യാത്രയയപ്പ് നൽകി. ഏരിയ പ്രസിഡന്റ് MU അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള ഹെൽത്ത് സർവീസസ് ലബോറട്ടറി ടെക്നീഷ്യൻസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് KM ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രതിനിധി സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജോസി ആന്റണി ഉദ്ഘാടനം ചെയ്തു. കേരള ഹെൽത്ത് സർവീസസ് ലബോറട്ടറി ടെക്നീഷ്യൻസ് അസോസിയേഷൻ 31ാമത് സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ നടത്തി. കേരള ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്തെ ഉയർന്ന സൂചികയിൽ നിൽക്കുന്ന ആരോഗ്യ രംഗത്തിൻ്റെ പ്രത്യേകത അതിൽ കോവിഡ് വന്ന ഘട്ടത്തിൽ പോലും നമ്മുടെ ആരോഗ്യ മേഖലയിൽ വലിയ വിശേഷമില്ല. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനും സഹകരണ മേഖല പോലെ തന്നെ പടർന്ന് സംഭരിച്ച് നിൽക്കുന്ന ആരോഗ്യ മേഖലയിലെ ജീവനക്കാർക്കും സാധിച്ചു. അതിന് പ്രധാന കാരണം ഈ രംഗത്ത് നമുക്കുണ്ടായിട്ടുള്ള വെല്ലുവിളിയെ അതിജീവിക്കാൻ തന്നെയായിട്ട് ജാമ്യത ഡോക്ടർമാരുടെ നഴ്സസ് മാത്രമല്ല, ആരോഗ്യരംഗത്തെ പ്രധാനപ്പെട്ട മേഖലയാണ് ടെക്നീഷ്യൻസ്. അത് ഒഴിച്ചു മാറ്റാവുന്നതും മാറ്റി നിർത്താവുന്നതും ആരോഗ്യരംഗത്തുള്ള ഞാൻ കോവിഡ് പറയാൻ കാരണം എനിക്ക് നല്ല വിഷയമുണ്ട്. ഞാനെൻ്റെ കോവിഡ് ആദ്യ ഘട്ടത്തിൽ തന്നെ അനുഭവിക്കുന്നതാണ്. 10 ദിവസം ഒറ്റയ്ക്ക് അങ്ങനെ ഒരു സംഭവം നടത്തുന്ന സാഹചര്യം നോക്കും. നമ്മുടെ നാട്ടിൻ ദേശം നമ്മളെ കണ്ടത് കോവിഡ് ഉണ്ടെന്ന് കണ്ടാൽ ആ ഇന്ത്യൻ ആവശ്യമായ മറ്റു കാര്യങ്ങളിലും പാകപ്പെടുത്തിയ ഭക്ഷണം വീട്ടിൽ നിർദ്ദേശിച്ചു കൊണ്ടുപോയി വെച്ചിട്ട് ഓർഡർ വിളിച്ചു വാങ്ങി ഞങ്ങൾ ഭക്ഷണം വെച്ചിട്ട് എടുത്ത് കഴിച്ചോളാം. അതിന് അത്രയും രീതിയിൽ ശേഖരിച്ചു കൊടുക്കുന്ന മേഖലയായി കേരളത്തിന്റെ സാമൂഹ്യ രംഗത്തെ മാറ്റങ്ങൾ ഇല്ലാതാക്കാൻ കഴിയുമെന്നുള്ളത് സംസ്ഥാന പ്രസിഡന്റ് ജോസഫ് KM അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി MK ഉമേഷ് സ്വാഗതം പറഞ്ഞു. പ്രതിനിധി സമ്മേളനം മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു. സമീർ, KS രാഗേഷ്, VJ സലീം, സണ്ണി മാത്യു, ജെജി ജേക്കബ്, P ഷാജി, അഭിലാഷ് ജയറാം, പ്രശാന്ത് കുമാർ, പ്രഭുകൃഷ്ണ, KS സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ സംസ്ഥാന ഭാരവാഹികളായി ജോസഫ് KM, സംസ്ഥാന പ്രസിഡന്റ് MK ഉമേഷ്, ജനറൽ സെക്രട്ടറി ജെജി ജേക്കബ്, ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ 360 ഡിഗ്രി മെറ്റബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. പുതിയ വാർഡുകളുടെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. കീമോതെറാപ്പി യൂണിറ്റ് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ പുതുതായി സജ്ജീകരിച്ച 360 ഡിഗ്രി മെറ്റബോളിക് ഡിസീസ് മാനേജ്മെന്റ് സെന്റർ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യരംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് അദ്ദേഹം പറഞ്ഞു. കൂടുതൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ സ്റ്റാഫ് പിറ്റേൺ ക്രമീകരിക്കാനുള്ള നടപടികൾ കൈക്കൊള്ളും. കാത്ത് ലാബ് ഈ വർഷം തന്നെ ആരംഭിക്കുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു കുടക്കീഴിൽ എന്നതുപോലെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി നമ്മൾ മുന്നോട്ട് വരുന്നിട്ടുള്ള ഒരു പുതിയ തുടക്കമാണ്
ഇന്ന് കട്ടപ്പനയിൽ ഈ താലൂക്ക് ആശുപത്രിയിൽ ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അതിനെല്ലാവരുടെയും സഹകരണം ലഭിക്കുകയുണ്ടായി. 45 ലക്ഷം രൂപയോളം ഗവൺമെൻറ് നൽകുന്ന സഹായവും അതോടൊപ്പം വിവിധ സന്നദ്ധ സംഘടനകളും നഗരസഭയുമെല്ലാം ഇക്കാര്യങ്ങൾ നല്ലവണ്ണം സഹകരിച്ചതുകൊണ്ടാണ് മനോഹരമായി ഈ പദ്ധതി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ചേർന്ന എല്ലാവരെയും പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു. നമ്മുടെ നാടിൻ്റെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് ആരോഗ്യ പരിപാലന രംഗത്തുണ്ടാകേണ്ട മാറ്റം. അതിൽ നമുക്ക് നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതും ആവശ്യമാണ്. നമ്മുടെ ജില്ലയിൽ നിലവിലുള്ള പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളും CHSCകളും താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രിയും മെഡിക്കൽ കോളേജുമെല്ലാം അത്തരത്തിൽ ഉയർന്ന് ചിന്തിച്ച് പ്രവർത്തന സജ്ജമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നല്ല നിലയിൽ തുടരുന്നുണ്ട്. എന്നാൽ പോരായ്മകളുമുണ്ട്. പ്രാഥമികാരോഗ്യ രംഗം നല്ല നിലയിൽ പോകുന്നൊരു സംസ്ഥാനമാണ് കേരളം. അത് നമ്മുടെ കണക്കല്ല. ആരോഗ്യ മന്ത്രാലയം കേന്ദ്ര ഗവൺമെൻറ് നടത്തിയിട്ടുള്ള പരാമർശനങ്ങളിലും അത് വളരെ വ്യക്തമായി കാണാൻ കഴിയും. എന്നാൽ വർദ്ധിച്ചു വരുന്ന ഒട്ടേറെ പ്രത്യേകതയുള്ള ജീവിതശൈലി രോഗം ഒരു പ്രധാനപ്പെട്ട ഘടകമായി കാണുമ്പോഴും ഇതര ഡിസീസിന് ആവശ്യമായ സൗകര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാനുള്ള ശ്രമങ്ങളിലും കുറേ കൂടി നമുക്ക് ഉയർന്നു വരണം. ഹെൽത്ത് ഗ്രാൻഡിൽ 45 ലക്ഷം രൂപ ചിലവിട്ടാണ് 360 ഡിഗ്രി മെറ്റബോളിക് ഡിസീസ് മാനേജ്മെന്റ് നിർമ്മിച്ചിട്ടുള്ളത്. പുതിയ വാർഡുകളുടെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. 2.10 കോടി രൂപ വിനിയോഗിച്ച് ആധുനിക നിലവാരത്തിലുള്ള 35 ബെഡുകളുള്ള സ്ത്രീ പുരുഷ വാർഡുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. കീമോതെറാപ്പി യൂണിറ്റ് കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. 5 ബെഡ് സൗകര്യമുള്ള കീമോതെറാപ്പി യൂണിറ്റാണ് ആശുപത്രിയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. കട്ടപ്പന താലൂക്ക് ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഉമാദേവി MR, ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷ ലീലാമ ബേബി, ജനപ്രതിനിധികളായ ജാൻസി ബേബി, മനോജ് മുരളി, CB പാറപ്പായി, IB മോൾ രാജൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ജോയി വെട്ടിക്കുഴി, തോമസ് മൈക്കിൾ, മാത്യു ജോർജ്, VR ശശി, മനോജ് M തോമസ്, സുജിത് ശശി, KS രാജൻ, മനോജ് പതാലിൽ, ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമിയിൽ 12-ന് ബാഗ് ലെസ്റ്റ് ആൻഡ് ബുക്ക് ലെസ്റ്റ് ഡേ ആചരിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് പെരുമ്പള്ളിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുടെ ആനിമൽ എക്സിബിഷൻ നടക്കും. പാഠപുസ്തകങ്ങൾക്കപ്പുറം പ്രായോഗിക ജീവിതത്തിന്റെ നല്ല പാഠങ്ങൾ പകരുകയെന്ന ലക്ഷ്യത്തോടെ വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമിയിൽ 12-ന് ബാഗ്ലെസ് ആൻഡ് ബുക്ക്ലെസ് ഡേ ആചരിക്കും. മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് പെരുമ്പള്ളിക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിദ്യാർത്ഥികളുടെ ആനുവൽ എക്സിബിഷൻ നടക്കും. കുട്ടികൾക്കായി പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്, ഓട്ടോമൊബൈൽ മെയിന്റനൻസ്, കുക്കിംഗ്, എംബ്രോയിഡറി വർക്ക്, ഫസ്റ്റ് എയ്ഡ്, സെൽഫ് ഡിഫൻസ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് തുടങ്ങിയ പാഠ്യേതര വിഷയങ്ങളിൽ ക്ലാസ് നടക്കും. കോ കരിക്കുലർ ആക്ടിവിറ്റിയുടെ അവതരണവും ഉണ്ടായിരിക്കും. വരുന്ന ഫെബ്രുവരി 12-ാം തീയതി, അതായത് ബുധനാഴ്ച, ഞങ്ങൾ അവിടെ ബാഗ്ലെസ് ആൻഡ് ബുക്ക്ലെസ് ഡേ ഞങ്ങൾ ആചരിക്കുകയാണ്. അത് നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേയോട് ചേർത്താണ്. നമുക്കറിയാം, ഫെബ്രുവരി 12-ാം തീയതി നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേയും കൂടിയാണ്. കുട്ടികളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി അവരിൽ ഉണ്ടാവണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ ചാവറ ഇന്റർനാഷണൽ അക്കാദമിയിൽ ബാഗ്ലെസ് ആൻഡ് ബുക്ക്ലെസ് ഡേ ഞങ്ങൾ ആചരിക്കുന്നത്. പുസ്തകങ്ങളും ബുക്കുകളും ഇല്ലാതെ സ്കൂൾ ബാഗ് പോലും വേണ്ടെന്ന് വെച്ച് ഒരു ദിവസം ചാവറ ഇന്റർനാഷണൽ അക്കാദമി വാഴക്കുളം ബുക്ക്ലെസ് ആൻഡ് ബാഗ്ലെസ് ഡേ ആചരിക്കുകയാണ്. പാഠപുസ്തകത്തിനപ്പുറം പ്രായോഗിക ജീവിതത്തിന്റെ നല്ല പാഠങ്ങൾ പകരുന്നതിനും കൂടിയാണിത്. 12/2/2025 ബുധനാഴ്ച രാവിലെ 9:15-ന് മഞ്ഞള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ആൻസി ജോസ് പെരുമ്പള്ളിക്കുന്നിൽ ഈ ദിവസം ഉൾക്കൊള്ളിച്ച് ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി സംസാരിക്കുന്നു. ഒപ്പം സ്കൂൾ ആനുവൽ എക്സിബിഷൻ ഉദ്ഘാടനവും നിർവഹിക്കും. തുടർന്ന് 10:30 മുതൽ വിവിധ വൊക്കേഷണൽ കോഴ്സുകളായ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ വർക്ക്, ഓട്ടോമൊബൈൽ മെയിൻ്റനൻസ്, കുക്കിംഗ്, ഇവന്റ് മാനേജ്മെന്റ്, ഫസ്റ്റ് എയ്ഡ്, സെൽഫ് ഡിഫൻസ്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് എന്നിവയുടെ പരിശീലനവും പ്രഗത്ഭരായവരുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ കോ കരിക്കുലർ ആക്ടിവിറ്റികളായ കരാട്ടെ, ഡാൻസ്, ആർട്ട്, സ്വിമ്മിംഗ്, ആർച്ചറി എന്നിവയുടെ അവതരണവും ഉണ്ടായിരിക്കുന്നതാണ്. എഡ്യൂക്കേഷൻ ഫോർ ചേഞ്ച് എന്നതായിരുന്നു ഞങ്ങളുടെ 2024-25 അധ്യയന വർഷത്തിന്റെ തീം. അതിനെ മുന്നിൽ കണ്ടുകൊണ്ട് ചാവറ ഇന്റർനാഷണൽ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും ഞങ്ങൾ കുട്ടികൾ മാനേജ്മെന്റിനോടും ടീച്ചേഴ്സിനോടും
കടപ്പാടോടെ നന്ദി രേഖപ്പെടുത്തുന്നു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡിനോ കള്ളിക്കാട് CMI, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിത്തു ജോർജ് തൊട്ടിയിൽ CMI, അക്കാദമിക് കോർഡിനേറ്റർ വിജയപ്രകാശിനി, സ്കൂൾ ചെയർപേഴ്സൺ ജിയ എലിസബത്ത് ലാബി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം. തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതിയെക്കുറിച്ച് വാർത്ത ചെയ്ത മാധ്യമ പ്രവർത്തകന് മർദ്ദനമേറ്റു. BBC ന്യൂസ് പീരുമേട് റിപ്പോർട്ടർ VR വിജയനെയാണ് പഞ്ചായത്ത് ജീവനക്കാരിയുടെ ഭർത്താവ് മർദ്ദിച്ചത്. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇന്നലെ വൈകുന്നേരം 5:30 സംഭവം നടന്നത്. വണ്ടിപ്പെരിയാർ പശുമല ജംഗ്ഷനിൽ നിന്നും വീട്ടിലേക്ക് പോകുവാൻ ട്രിപ്പ് ജീപ്പിൽ കയറിയിരുന്ന BBC ന്യൂസ് പീരുമേട് റിപ്പോർട്ടർ VR വിജയന് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ പോപ്സ് എസ്റ്റേറ്റ് ഡ്രൈവറായ ജയകുമാർ എന്നയാൾ ഷർട്ട് വലിച്ചു കീറുകയും നെഞ്ചിൽ കൈകൊണ്ട് കുത്തുകയുമായിരുന്നു. എന്ത് കാരണത്താലാണെന്ന് ചോദിച്ചപ്പോൾ നീ വീഡിയോ എടുക്കും, വാർത്ത ചെയ്യും അല്ലേടാ എന്ന് അസഭ്യത്തോടുകൂടി ഇയാൾ മറുപടി പറയുകയായിരുന്നു. സമീപമുള്ള ജീപ്പിൽ ട്രിപ്പ് ജീപ്പിൽ കയറിയിരിക്കുമ്പോഴാണ് ജയകുമാർ എന്ന വ്യക്തി യാതൊരു പ്രകോപനമല്ല വന്ന് എൻ്റെ ഷർട്ടിനെ കുത്തി പിടിച്ചു, ഷർട്ടെല്ലാം വലിച്ചു കീറി. അപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു എന്താ കാരണം എന്ന് വെച്ചാൽ നീ വീഡിയോ എടുക്കില്ല, ഫോട്ടോ എടുക്കും, അല്ല വീഡിയോ എടുക്കും, വാർത്ത ചെയ്യുമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അസഭ്യം കൂട്ടി എന്നെ പറയുകയും ചെയ്തു. ചോദിച്ചു കഴിഞ്ഞ് പിന്നെ എൻ്റെ നെഞ്ചത്തിൽ കുത്തുകയും ചെയ്തു. അടിച്ച് ഇങ്ങനെ തട്ടിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഗ്ലാസിൻ്റെ ഫ്രെയിമെല്ലാം പൊട്ടി. ആ വീട്ടിലാണ്, കാഴ്ച പോലുമില്ല, യാതൊരു പ്രകോപനമില്ലാണ്. പിന്നീട് അന്വേഷിച്ച് പറഞ്ഞത് വാർത്ത ചെയ്തതിനെതിരെയാണ്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ ഉൾപ്പെട്ടിരുന്നു പഞ്ചായത്തിന് വേണ്ടി, വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് അഴിമതിയിൽ അതിൻ്റെയാണ്. ഞാൻ പലരോട് വെച്ചപ്പോൾ അവനിങ്ങനെ പലരോടും അയാൾ പലരോടും ഇങ്ങനെ പറഞ്ഞിരുന്നു അവനെ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞു. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് അഴിമതിയെക്കുറിച്ച് BBC ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ ജയകുമാറിന്റെ ഭാര്യയുടെ പേരിലും നടപടിയുണ്ടായിരുന്നു. ഇതാണ് മാധ്യമപ്രവർത്തകനെ കയ്യേറ്റം ചെയ്യുവാൻ കാരണമായി കരുതുന്നത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് മർദ്ദനമേറ്റ വിജയൻ വണ്ടിപ്പെരിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ കേരള പത്രപ്രവർത്തക അസോസിയേഷൻ പീരുമേട് താലൂക്ക് പ്രസിഡന്റ് സുനിൽ ജോസഫ് പ്രതിഷേധം അറിയിച്ചു. വണ്ടിപ്പെരിയാർ ലേഖകനായ VR വിജയനെ ഇന്നലെ സന്ധ്യയോടുകൂടി ഒരാൾ ആക്രമിക്കുകയാണ് ഉണ്ടായത്. യാത്ര ചെയ്തിരുന്ന വാഹനത്തിൽ നിന്ന് പിടിച്ചു വലിച്ചിറക്കുകയും വസ്ത്രം കീറുകയും ചെയ്തു, ദേഹോദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് കേരള മീഡിയ ജേർണലിസ്റ്റ് അസോസിയേഷൻ്റെ താലൂക്ക് കമ്മിറ്റിയുടെ പേരിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അക്രമകാരിയെ ഉടൻ പിടികൂടി ശക്തമായ നടപടി ഉണ്ടാകണമെന്നും KMJക്ക് വേണ്ടി താലൂക്ക് കമ്മിറ്റിയുടെ പേരിൽ ആവശ്യപ്പെടുന്നു. ആക്രമണം തടയുവാൻ ശ്രമിച്ച ജീപ്പ് ഡ്രൈവർക്ക് നേരെയും ഇയാൾ കൈയൊങ്ങുകയും ചെയ്തു. ജോലിയുടെ ഭാഗമായി വാർത്ത ചെയ്യുന്നതിൽ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയുമാണെങ്കിൽ ശക്തമായി പ്രതിഷേധിക്കുവാനാണ് മാധ്യമപ്രവർത്തകരുടെ തീരുമാനം. സംഭവത്തിൽ വണ്ടിപ്പെരിയാർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി കലോത്സവം സംഘടിപ്പിച്ചു. സമ്മേളനം പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ജേതാവ് സജി തോമസിനെ യോഗത്തിൽ ആദരിച്ചു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷി കുട്ടികൾക്കായി 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കരുതൽ 2025 എന്ന പേരിൽ കലോത്സവം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുന്നപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനം പ്രസിഡന്റ് നിസാമോൾ ഷാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഭിന്നശേഷി അവാർഡ് ജേതാവ് സജി തോമസിനെ യോഗത്തിൽ ആദരിച്ചു. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷൈനി സന്തോഷ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബൈജു വറവങ്കൽ, ആൻസി സിറിയക്, ബിജി ജോമോൻ, മെമ്പർമാരായ ടെസി വിൽസൺ, സാൻസൺ അക്കക്കാട്ട്, ബിബിൻ അഗസ്റ്റിൻ, സന്തോഷ് കുമാർ MM, സോണിയ ജോബിൻ, AN ദിലീപ് കുമാർ, റെജി ജോൺസൺ, ICDS സൂപ്പർവൈസർ ജൂലി M ജോസ്, CDS ചെയർപേഴ്സൺ പുഷ്പ വിജയൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടത്തി. ന്യൂസ് ബ്യൂറോ, കരിമണ്ണൂർ. ഇടത് ഗവൺമെന്റിന്റെ പഞ്ചായത്ത് വിരുദ്ധ നിലപാട് UDF കോടിക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. മുൻ KPCC ജനറൽ സെക്രട്ടറി റോയി K പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ജോസ് വടക്കേക്കര അധ്യക്ഷത വഹിച്ചു. KPCC ന്യൂനപക്ഷ വിഭാഗം സംസ്ഥാന കോർഡിനേറ്റർ മനോജ് കോക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി.
വേണ്ടത്ര പദ്ധതി പണം നൽകാതെ ഇടത് ഗവൺമെന്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ മരവിപ്പിച്ചിരിക്കുകയാണെന്നും സ്ട്രീറ്റ് ലൈറ്റുകൾക്കായുള്ള നിലാവ പദ്ധതി ശുദ്ധ തട്ടിപ്പാണെന്നതും ഉൾപ്പെടെയുള്ള ഇടത് ഗവൺമെന്റിന്റെ പഞ്ചായത്ത് വിരുദ്ധ നിലപാടിൽ UDF കോടിക്കുളം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി. മുൻ KPCC ജനറൽ സെക്രട്ടറി റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ആദ്യമായിട്ടൊരു ഈ പ്രദേശത്ത് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടൊരു മനുഷ്യനെ ആന ചവിട്ടിക്കൊല്ലുന്നു എന്ന് കേൾക്കുന്നതും ആ മൃതശരീരം കാണുന്നതും എൻ്റെ ചെറുപ്പത്തിലെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതാണ്. അതൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായ ചില കേസുകളൊക്കെ ഹൈക്കോടതി പറയുമല്ലോ, അത്യപൂർവമായ കേസുകളിൽപ്പെട്ടതാണ് എന്ന് പറയുന്ന പോലെ വളരെ അപൂർവമായി മാത്രം സംഭവിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതി ഇന്ന് എവിടെയാണ്, എപ്പോഴാണ്, ആരുടെ മുമ്പിലാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു പടയപ്പ് ഈ നാട് മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുക, ആരും പിടിക്കില്ല എന്ന് പറഞ്ഞ പോലെ അതിനൊരു വകുപ്പ് മന്ത്രി. ഇപ്പൊ CPM-ന്റെ സമ്മേളനത്തിൽ ആ മന്ത്രിയെ കുറിച്ചായിരുന്നു അടുത്ത ആക്ഷേപം. പിന്നെ ഒരു ആക്ഷേപം പറഞ്ഞ മന്ത്രിയാണ് നിങ്ങളുടെ മന്ത്രി, പഞ്ചായത്ത് മന്ത്രി രാജേഷ്. പുള്ളിക്കട വകുപ്പ് എന്നാ പഞ്ചായത്തും എക്സൈസും തമ്മിൽ വല്ല ബന്ധമുണ്ട്. ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല കേരളത്തില്. ചെയർമാൻ ജോസ് വടക്കേക്കര അധ്യക്ഷത വഹിച്ചു. KPCC ന്യൂനപക്ഷ വിഭാഗം സംസ്ഥാന കോർഡിനേറ്റർ മനോജ് കോക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. അമ്പിളി അമ്മാവനില്ല എങ്കിൽ വെട്ടം കാണാൻ കഴിയാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. കോടിക്കുളത്തിന്റെ മാത്രം പ്രത്യേകതയല്ലാതെ റോഡ് ക്രോസ് ചെയ്തതിന്റെ പേരിൽ നിഴൽ വെളിച്ചം പോലുമില്ലാതെ കൂട്ടിയിടിയിടിച്ച നിരവധി സംഭവങ്ങൾ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലുണ്ട്. ഒരു വഴിവിളക്ക് പോലും തൊടുപുഴ എന്ന് പറയുന്ന നഗരത്തിൽ കത്തുന്നില്ല. അമ്പിളി അമ്മാവനില്ല എങ്കിൽ മനുഷ്യൻ നടന്നു പോകുമ്പോൾ കൂട്ടിയിടിക്കുന്ന സ്ഥിതിവിശേഷമാണ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നഗര പ്രാന്തങ്ങളിലും കാണുവാൻ കഴിയുന്നത്. യോഗത്തിൽ UDF കൺവീനർ ജോഷി എടാട്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ബാബു, ബഷീർ പള്ളിമുക്കിൽ, ജോബ് വി മാത്യു, ജോയി തലയ്ക്കൽ, പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോടിക്കുളം. ഡൽഹിയിൽ വ്യാപാര സമരത്തിന് പോകുന്നവർക്ക് കോതമംഗലത്ത് യാത്രയയപ്പ് നൽകി. നെല്ലിക്കുഴിയിൽ വെച്ച് നടന്ന യോഗം ഏരിയ പ്രസിഡന്റ് MU അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പേർ സന്നിഹിതരായിരുന്നു. വ്യാപാരികൾ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ ഭാഗമായി വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുവാൻ പോകുന്നവർക്ക് കോതമംഗലം താലൂക്കിലെ നെല്ലിക്കുഴിയിൽ യാത്രയയപ്പ് നൽകി. യോഗത്തിന്റെ ഉദ്ഘാടനം ഏരിയ പ്രസിഡന്റ് MU അഷ്റഫ് നിർവഹിച്ചു. ഇപ്പൊ നമുക്കറിയാം, വ്യാപാര മേഖലയിലെ ഓരോരുത്തരുടെയും പല പ്രശ്നങ്ങൾ മാനിച്ചുകൊണ്ട് നമ്മൾ അധികം ആളുകളെ അയക്കാതെ, കാരണം നമുക്ക് ഇതിനൊക്കെ ന്യായമായ ഫണ്ടും കാര്യങ്ങളും വേണം. പ്രതിസന്ധി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വ്യാപാരികളെ പിരിവിനു ചെന്ന് പ്രയാസപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് നമ്മുടെ സാന്നിധ്യം അറിയിക്കുന്ന രീതിയിൽ, എന്നാൽ ജില്ലയുടെ എല്ലാ ഭാഗത്തു നിന്നും വലിയ പങ്കാളിത്തം ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഉദ്ദേശിച്ച അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി ഇട്ട കോട്ടയിൽ കൂടുതൽ ആളുകൾ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ അധികം ആളുകളെ ഉൾപ്പെടുത്തി പ്രയാസപ്പെടുത്താൻ തീരുമാനിക്കാതെ പ്രിയപ്പെട്ട രണ്ട് സഖാക്കൾ ആത്മാർത്ഥമായി, ഇപ്പോൾ നമുക്കറിയാം ഓരോ വ്യാപാര സ്ഥാപനങ്ങൾ ഇട്ടുകൊണ്ട് ഒരാഴ്ചയൊക്കെ മാറി നിൽക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. എന്നാലും ഈ സംഘടനയോടുള്ള ആത്മാർത്ഥത കൊണ്ട്, വ്യാപാരി സമൂഹത്തോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് അവർ ഡൽഹിക്ക് ഇന്ന് യാത്രയാകുകയാണ്. ജില്ലാ അംഗം PH ഷിയാസ്, നെല്ലിക്കുഴി യൂണിറ്റ് സെക്രട്ടറി NB യൂസഫ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. CE നാസർ, KK ബഷീർ, MU റഫീഖ്, PV സുരേഷ്, KA ഹംസ, KM കോയാൻ, PG പോൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കേരള ബഡ്ജറ്റിൽ പെൻഷൻകാരെ അവഗണിച്ചുവെന്ന് ആരോപിച്ച് KSSPA തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധിച്ചു. KSSPA ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് റോയി ജോർജ് അധ്യക്ഷത വഹിച്ചു. ലഭിക്കുന്നത് കേവലം 7%. സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ ബഡ്ജറ്റ് പെൻഷൻകാർക്ക് കടുത്ത നിരാശ മാത്രമാണ് സമ്മാനിച്ചതെന്ന് KSSPA ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ ആരോപിച്ചു. 2024 ജൂലൈ മാസത്തിൽ തന്നെ പെൻഷൻ പരിഷ്കരണം നടത്തേണ്ട തീയതിയായിട്ടും കമ്മീഷനെ പോലും പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറായില്ല. 22% ക്ഷാമാശ്വാസം കുടിശ്ശികയാണ്. 2019 പരിഷ്കരണ കുടിശ്ശിക ഇനിയും നൽകിയിട്ടില്ല. അനുവദിച്ച 2 ഗഡു ക്ഷാമാശ്വാസത്തിന്റെ 79 മാസത്തെ കുടിശ്ശികയും നൽകാതെ പെൻഷൻകാരോട് വഞ്ചനാപരമായ നിലപാടാണ് സർക്കാർ തുടരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ശമ്പള പരിഷ്കരണം
ഇതുവരെ അതിനൊരു ഉത്തരവുണ്ടാകുവാൻ കഴിഞ്ഞിട്ടില്ല. 2024 ജൂലൈ 1 ഇതേ ട്രഷറിയുടെ മുമ്പിൽ നമ്മൾ സമരം നടത്തി. ശമ്പള പരിഷ്കരണം കമ്മീഷനെ നിയമിക്കണം എന്നുള്ളൊരാവശ്യവുമായി. ഈ ബഡ്ജറ്റിലെങ്കിലും അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. എന്നാൽ ഈ ബഡ്ജറ്റ് നമ്മളെ ഒട്ടും പരിഗണിക്കാതെ കടന്നുപോയിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മെഡിസപ്പ്. ഈ മെഡിസപ്പ് വലിയ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ ഇതിൻ്റെ കാലാവധി അവസാനിക്കുന്ന ഈ സമയത്ത് ഈ മെഡിസപ്പിനെ നമ്മളിൽ നിന്ന് പിരിക്കുന്ന 6000 രൂപ പോരാ എന്നും 1000 രൂപ വീതം മാസം കൊടുക്കണമെന്നുള്ള ഒരു നിലപാടിലേക്ക് മാറിയിരിക്കും. ഇങ്ങനെയുള്ള വഞ്ചനാപരമായ നടപടികളുമായി നമ്മുടെ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ തന്നെ പല ആശുപത്രികളിലും ഈ മെഡിസപ്പിന് ആനുകൂല്യങ്ങൾ ലഭിക്കാഞ്ഞിട്ട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിനൊരു പരിഹാരം? നമ്മുടെ സംഘടനയ്ക്ക് എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത്? തികച്ചും നിക്ഷേപതാത്മകമായ ഈ നടപടിയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ മേലാത്ത ഒരു അവസ്ഥയിലേക്കാണ്. സംസ്ഥാന ബഡ്ജറ്റിൽ പെൻഷൻകാരെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് KSSPA തൊടുപുഴ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയോജകമണ്ഡലം പ്രസിഡന്റ് റോയി ജോർജ് അധ്യക്ഷത വഹിച്ചു. TJ പീറ്റർ, KS ഹസൻകുട്ടി, ഗർവാസിസ് K സക്കറിയാസ്, സ്റ്റീഫൻ ജോർജ്, ജോജോ ജെയിംസ്, ജോളി യങ് മുരിങ്ങമറ്റം, ഷെല്ലി ജോൺ, SG സുദർശനൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. വണ്ണപ്പുറം നർത്തന സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് സർട്ടിഫിക്കറ്റ് വിതരണവും സ്റ്റൈഫൻഡ് വിതരണവും നടത്തി. കാളിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ഹണി HL സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ണപ്പുറം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രവർത്തിച്ചു വരുന്ന നർത്തന സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്സിൽ കഴിഞ്ഞ വർഷത്തെ സ്കോളർഷിപ്പ് കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് കലാപരിശീലനം പൂർത്തീകരിച്ച കുട്ടികൾക്ക് അക്കാദമിയിൽ നിന്നും സ്റ്റൈഫൻഡായി ലഭിച്ചിട്ടുള്ള ക്യാഷ് വിതരണവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി. കാളിയാർ സർക്കിൾ ഇൻസ്പെക്ടർ ഹണി HL സർട്ടിഫിക്കറ്റ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതിന് അതിനാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നത് ചിലപ്പോൾ സാമ്പത്തിക ലാഭമോ മറ്റൊന്നും ഉദ്ദേശിച്ചായിരിക്കില്ല. അതൊരു ഫലമായി കാണുന്ന ഒരുപാട് പേരുണ്ട്. കലയോടുള്ള അമിതമായിട്ടുള്ള ഒരു ആവേശം അല്ലെങ്കിൽ അതിനോടുള്ള സ്നേഹം കൊണ്ട് നടത്തിക്കൊണ്ടു പോകുന്ന ഒരുപാട് പേര് ഉണ്ട്. ഒരുപാട് സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചു അല്ലെങ്കിൽ ജീവിത മാർഗമാക്കി കൊണ്ടുപോവുകയൊന്നും ചെയ്യാത്ത, പലപ്പോഴും പലരും ഫീസ് കൊടുക്കാൻ പോലും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ വന്ന് പഠിക്കുന്ന ഒരു ഇതുണ്ട്. ഇന്ന് നമ്മളിവിടെ പറഞ്ഞതുപോലെ ഒരുപാട് ചീറ്റിംഗ് കേസുകളും ഒരുപാട് ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരുടെ എണ്ണം കൂടി വരുന്നൊരു കാലയളവാണ്. ലഹരി ഉപയോഗവും മറ്റും ഒരുപാട് കാര്യങ്ങൾ നമുക്കിടയിൽ ഒരുപാട് ക്രൈംസ് വർദ്ധിച്ചു വരുന്ന ഒരു കാലയളവിൽ കലയുമായിട്ടും കായികപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും കലയുമായും കായികപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സ്വഭാവം കാണിക്കാറുണ്ട്. പ്രധാനമായിട്ടും ഒരു കുട്ടിയെ സംബന്ധിച്ച് ഏതെങ്കിലും ഇപ്പോൾ എല്ലാവർക്കും പാട്ട് പാടാൻ കഴിയില്ല, പക്ഷെ അവർക്ക് ഇൻസ്ട്രുമെന്റ് പഠിക്കും. എന്തെങ്കിലും ഒരു കലാപരമായ പ്രവർത്തനങ്ങളിലോ കായികപരമായ പ്രവർത്തനങ്ങളിലോ ഇടപെട്ട് കഴിഞ്ഞാൽ അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും അത് മാത്രമല്ല ലഹരി പോലുള്ള ഉപയോഗത്തിൽ നിന്നൊക്കെ മാറി ചിന്തിക്കുന്നതിന് അവർ മാനസികമായി പ്രാപ്തമാണ്. ഓരോ കുടുംബത്തിനും ഞാൻ പറയുന്നത് കല കൊണ്ട് നമുക്ക് നല്ലൊരു സഹൃദയത്വം മനസ്സിലുണ്ടാക്കാം. കല കൊണ്ട് ദയ, കരുണ തുടങ്ങിയ ഒരുപാട് കലാകാരന്മാർ ഒരുപാട് ക്രൂരന്മാരായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഞാൻ കണ്ടിട്ടുണ്ട്. കലയുള്ളവരുടെ മനസ്സിലൊക്കെ തന്നെ ഒരു ചെറിയ ദയയും അനുകമ്പയും ഒക്കെ കാണും. അവർ പെരുമാറുന്ന രീതിയിൽ ആ ലാളിത്യം കാണിക്കാറുണ്ട്. മിക്കപ്പോഴും അവർ ഭയങ്കര ക്രൂരമായ ആയിത്തീർന്നാൽ ഭയങ്കരമായ ക്രൂരന്മാരായി തീരും. പക്ഷെ എന്നാലും സൗമ്യമായി പെരുമാറാനും ഒരു ദൈവാനുഗ്രഹം എപ്പോഴും ദൈവചൈതന്യത്തോടുകൂടി പെരുമാറാനുള്ള ഒരു കപ്പാസിറ്റി കലാകാരന്മാരുണ്ടാവും. വിദ്യാർത്ഥികൾക്കായുള്ള സ്റ്റൈഫൻഡ് വിതരണ ഉദ്ഘാടനം മണ്ണപ്പുറം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സജി കണ്ണമ്പുഴ നിർവഹിച്ചു. നർത്തന സ്കൂൾ മാനേജിംഗ് ഡയറക്ടർ KN രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ റഷീദ് തോട്ടുങ്കൽ അധ്യക്ഷത വഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി KH നൌഷാദ്, ട്രഷറർ MG പ്രിൻസ് എന്നിവർ ആശംസകൾ അറിയിച്ചു. നൃത്തം, സംഗീതം, ചിത്രരചന, വയലിൻ, ഗിറ്റാർ, കീബോർഡ് തുടങ്ങി വിവിധ കലകളിലേക്ക് അഡ്മിഷൻ തുടരുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഫോൺ 9447612575.
കോതമംഗലം നെല്ലിമറ്റം എംബിക്സ് എഞ്ചിനീയറിംഗ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. നെല്ലിമറ്റം എംബിക്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ്, റെഡ് റിബൺ ക്ലബ്ബ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ തൊടുപുഴ IMA ബ്ലഡ് ബാങ്കുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നെല്ലിമറ്റം എംബിറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജിലെ NSS യൂണിറ്റ്, റെഡ് റിബൺ ക്ലബ്ബ് എന്നിവയുടെ നേതൃത്വത്തിൽ തൊടുപുഴ IMA ബ്ലഡ് ബാങ്കുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിന്റെ ഭാഗമായി 50 യൂണിറ്റ് രക്തം ദാനം ചെയ്തു. NSS പ്രോഗ്രാം ഓഫീസർമാരായ ഷിജു രാമചന്ദ്രൻ, ബേസിൽ ജി പോൾ, വോളണ്ടിയർ സെക്രട്ടറിമാരായ ഷെഫിൻ ബി ചെറിയാൻ, അതുൽ കെ ബാബു, മരിയ കുര്യൻ, ദേവിക PH, റെഡ് റിബൺ ക്ലബ്ബ് കോർഡിനേറ്റേഴ്സായ ലിയ ചാം ലിജു, ജിബിൻ വിൽസൺ, ഗോപിക A എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. തലശ്ശേരി എരിഞ്ഞോളിയിൽ വടക്കേക്കുന്നൽ ബെൻസ് എന്ന് വിളിക്കുന്ന ജോർജ് ജോസഫ് നിര്യാതനായി. 70 വയസ്സായിരുന്നു. ഗ്രാമീണ ബാങ്ക് റിട്ടയർഡ് സീനിയർ മാനേജറായിരുന്നു. സംസ്കാരം തലശ്ശേരി സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിൽ നടന്നു. ഭാര്യ ഡോക്ടർ ഡോളി ജോർജ് ഉടുമ്പന്നൂർ ആശാരിക്കുടിയിൽ കുടുംബാംഗമാണ്. ഡോക്ടർ ആശിഷ് ബെൻസ്, ഡോക്ടർ അഞ്ജലി ബെൻസ് എന്നിവർ മക്കളാണ്. ഡോക്ടർ അനീറ്റ ജോസ് കുന്നഞ്ചിറ, ലഫ്റ്റനന്റ് കേണൽ ജിതിൻ ജോസ് തുളുവനാനിക്കുന്നൽ ശ്രീകണ്ഠപുരം എന്നിവർ മരുമക്കളാണ്. പേരാവൂർ MLA സണ്ണി ജോസഫ്, ഇന്നസെന്റ് ഐസൽ, ഷെല്ലി, ഷൈനി, ഷാൻഡി, അഡ്വക്കേറ്റ് ജോഷി, ഷീബ എന്നിവർ സഹോദരങ്ങളാണ്. വസതിയിലെ ശുശ്രൂഷകൾക്ക് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനി കാർമ്മികത്വം വഹിച്ചു. പള്ളിയിലെ ശുശ്രൂഷകൾക്ക് മാർ ജോർജ് ഞർലക്കാട്ട് കാർമ്മികത്വം വഹിച്ചു. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ വസതിയിലും പള്ളിയിലും അന്തിമോപചാരം അർപ്പിച്ചു. ഈ വേർപാട് കേൾക്കുന്ന ആർക്കും ഉൾക്കൊള്ളാനാവാത്ത വിധം ദുഃഖകരമാണ് എങ്കിൽ പ്രിയപ്പെട്ട ജീവിത പങ്കാളിക്കും മക്കൾക്കുമൊക്കെ ഈ വേർപാട് നൽകുന്ന ശൂന്യത, ദുഃഖം എത്ര വലുതായിരിക്കും എന്ന് ഞങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. യാതൊരു കുഴപ്പവുമില്ലാതെ ഈ നാളുകളിലൊക്കെയും ആരോഗ്യത്തോടെ നടന്ന പ്രിയപ്പെട്ട നമ്മുടെ ജോർജ് സാറ് നിത്യതയിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ജോർജ് സാറിനെ വിശ്വാസത്തോടെ, പ്രത്യാശയോടെ യാത്രയാക്കാം. ജോർജ് സാറിൻ്റെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്നും വിശ്വസ്തയോടെ, സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറിയിരുന്ന് തൻ്റെ വാക്കും പ്രവൃത്തിയും എപ്പോഴും ഒന്നായിരിക്കണമെന്ന് നിർബന്ധ ബുദ്ധിയുള്ള, അകവും പുറവും തമ്മിലുള്ള പൊരുത്തത്തിൻ്റെ സത്യസന്ധതയാണ് പ്രിയപ്പെട്ട ജോർജ് സാറിനെ എല്ലാവർക്കും സ്വീകാര്യനാക്കുന്ന, വ്യതിരിക്തമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാക്കുന്നത് എന്ന് നമുക്കറിയാം. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ അസീസ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. UDF ധാരണ പ്രകാരമാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നത്. ഗ്രാമപഞ്ചായത്തിൻ്റെ 12ാം വാർഡിലെ പ്രതിനിധീകരിക്കുന്ന അംഗമാണ് അജ്മൽ ഖാൻ അസീസ്. ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് കോൺഗ്രസ് ജെ പ്രതിനിധി ബേബി കാവാലമാണ് അജ്മൽ ഖാൻ അസീസിന്റെ പേര് ഔദ്യോഗികമായി നിർദ്ദേശിച്ചത്. മുസ്ലിം ലീഗ് പ്രതിനിധി ഷീജ നൌഷാദ് ഈ നിർദ്ദേശം പിന്തുണച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണം എതിരില്ലാതെ ഉറപ്പിച്ചത്. തിരഞ്ഞെടുപ്പ് നടപടികൾ റിട്ടേണിംഗ് ഓഫീസറായ തൊടുപുഴ വ്യവസായ വകുപ്പിലെ ഓഫീസർ ബാബുരാജാണ് നിയന്ത്രിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ. UDF ധാരണാപ്രകാരമാണ് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് നടന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ 12ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന അംഗമാണ് അജ്മൽ ഖാൻ അസീസ്. ഉപാധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ പഞ്ചായത്ത് അംഗങ്ങളും UDF നേതാക്കളും പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഹരിതകർമ്മസേന, ആശ, കുടുംബശ്രീ പ്രതിനിധികൾ അജ്മൽ ഖാൻ അസീസിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏകോപിതമായ ഒരു നേതൃത്വം നൽകാൻ കഴിയുമെന്ന് നേതാക്കൾ പ്രത്യാശ പ്രകടിപ്പിച്ചു. നവാഗത ഉപാധ്യക്ഷൻ അജ്മൽ ഖാൻ അസീസ് അധികാരമേറ്റതിന് പിന്നാലെ പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുമെന്ന് ഉറപ്പു നൽകുകയും പൊതുജനങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
കേരള ഹെൽത്ത് സർവീസസ് ലബോറട്ടറി ടെക്നീഷ്യൻസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൊടുപുഴയിൽ സംഘടിപ്പിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന താലൂക്ക് ആശുപത്രിയിലെ 360 ഡിഗ്രി മെറ്റബോളിക് ഡിസീസസ് മാനേജ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമിയിൽ 12-ന് ബാഗ് ലെസ് ആൻഡ് ബുക്ക് ലെസ് ഡേ ആചരിക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇടത് ഗവൺമെന്റിന്റെ പഞ്ചായത്ത് വിരുദ്ധ നിലപാടിൽ UDF കോടിക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. മുൻ KPCC ജനറൽ സെക്രട്ടറി റോയി കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ഡൽഹിയിൽ വ്യാപാര സമരത്തിന് പോകുന്നവർക്ക് കോതമംഗലത്ത് യാത്രയയപ്പ് നൽകി. ഏരിയ പ്രസിഡന്റ് MU അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.